നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മലയാളികൾ, പ്രത്യേകിച്ചും തെന്നിന്ത്യൻ സിനിമാ മേഖലയിലുള്ള സിനിമാ ആസ്വാദകർ ഒരിക്കലും മറക്കാത്ത ഒരു നടിയാണ് സൗന്ദര്യ. ഏറെ നേരത്തെ നമ്മെ വിട്ട് പിരിഞ്ഞു പോയെങ്കിലും ഇപ്പോഴും സൗന്ദര്യ അഭിനയിച്ച ഒരു പിടി സിനിമകൾ മലയാളികളുടെ പ്രിയങ്കരമായ സിനിമകൾ ഇടനേറിയിരിക്കുന്നു. കിളിച്ചുണ്ടൻ മാമ്പഴവും യാത്രക്കാരുടെ ശ്രദ്ധയ്ക്കുമൊക്കെ തന്നെ അതിനുദാഹരണമാണ്. 2004 സംഭവിച്ച ഒരു വിമാന അപകടത്തിലാണ് സൗന്ദര്യ മരണപ്പെട്ടത്. എന്നാൽ മരണം സംഭവിച്ച് 21 വർഷത്തിനിപ്പുറം വീണ്ടും വിവാദങ്ങളിലും ചർച്ചകളിലും നിറയുകയാണ് സൗന്ദര്യ. സൗന്ദര്യയുടെ മരണം അതൊരു അപകടമായിരുന്നില്ല, ഒരു കൊലപാതകമാണെന്നാണ് ആരോപണം ഉയരുന്നത്. സൗന്ദര്യയുടെ മരണത്തിൻ്റെ പിന്നിൽ മുതിർന്ന നടൻ്റെ പങ്കുണ്ടെന്നും അതേക്കുറിച്ച് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ പോലീസിൽ ഒരു പരാതി കിട്ടിയിരിക്കുന്നത്. പ്രമുഖ തെലുങ്ക് നടൻ മോഹൻ ബാബുവിനെതിരെയാണ് ഈ ആരോപണം. സൗന്ദര്യയുടേത് അപകട മരണമല്ലെന്നും കൊലപാതകമാണെന്നും ആരോപിച്ചുകൊണ്ട് സാമൂഹ്യ പ്രവർത്തനം കൂടിയായിട്ടുള്ള ഖമ്മം സ്വദേശി ചിട്ടിമല്ലു എന്ന വ്യക്തിയാണ് പോലീസിൽ പരാതി കൊടുത്തത്. 2 പതിറ്റാണ്ടിനിപ്പുറം സൗന്ദര്യയുടെ മരണത്തെക്കുറിച്ചുള്ള, അതിന് പിന്നിലെ ഗൂഢാലോചനയെക്കുറിച്ചും ദുരൂഹതയെക്കുറിച്ചും തെലുങ്ക് മേഖല, സിനിമാ മേഖല തന്നെ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശംഷാബാദിലെ ജൽപ്പള്ളിയിൽ സൗന്ദര്യയുടെയും സഹോദരൻ്റെയും ഉടമസ്ഥയിൽ 6 ഏക്കറോളം വരുന്ന ഭൂമിയുണ്ട്. കോടാനുകോടി വിലമതിക്കുന്ന ഭൂമി. ഈ സ്ഥലം സ്വന്തമാക്കാനായി മോഹൻ ബാബു അങ്ങേയറ്റം ആഗ്രഹിച്ചിരുന്നു. എന്നാൽ സൗന്ദര്യയും സഹോദരനും ഈ വസ്തു വിൽക്കാനായി തയ്യാറായിരുന്നില്ല. മോഹൻ്റെ ആഗ്രഹങ്ങൾക്കെതിരായിരുന്നു. എന്നാൽ ഇവരെ കൊലപ്പെടുത്തി ഇവരുടെ മരണത്തിന് ശേഷം ഈ ഭൂമി നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തിയെന്നാണ് പരാതിക്കാരൻ ആരോപിക്കുന്നത്. എന്നാൽ ഈ പരാതിയിൽ ആദ്യം കേസൊന്നും തന്നെ രജിസ്റ്റർ ചെയ്തിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് കേസെടുത്ത് മുന്നോട്ട് പോകാനാണ് പോലീസ് തീരുമാനിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നടൻ മോഹൻ ബാബുവും ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങളൊന്നും തന്നെ പങ്കുവയ്ക്കുന്നില്ല. സൗന്ദര്യയുടെ മരണം അത് സിനിമാ മേഖലയെ ആകെ പിടിച്ചുലച്ച ഒരു സംഭവം തന്നെയായിരുന്നു. വളരെ വേഗത്തിൽ മരണപ്പെട്ടതും അന്ന് അപകടം സംഭവിച്ചതുമൊക്കെ ഏറെ വേദനയോടെയാണ് ആരാധകർ കേട്ടത്. എന്നാൽ എന്തുകൊണ്ടാണ് അന്നൊന്നും തന്നെ ഇല്ലാത്ത ആരോപണം 20 വർഷങ്ങൾക്കിപ്പുറം ഉയർത്താനുള്ള കാരണം? ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങളുണ്ടോ, അതോ ഒരു വിവാദമുണ്ടാക്കാൻ വേണ്ടി മാത്രം സൗന്ദര്യയുടെ പേര് വലിച്ചിട്ടതാണോ എന്ന തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. മോഹൻ ബാബുവുമായി സൗന്ദര്യയുമായോ ഈ പരാതിക്കാരന് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്ന വിവരവും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. പോലീസ് എന്തായിരുന്നാലും വിഷയത്തിൽ നിയമോപദേശം തേടി തന്നെയാണ് തുടർ നടപടികൾ സ്വീകരിക്കാൻ പോകുന്നത്. 2004 സിനിമാ മേഖലയെ തന്നെ നടുക്കിക്കൊണ്ട് സൗന്ദര്യയുടെ അപകടം സംഭവിക്കുന്നത്, മരണം സംഭവിക്കുന്നത്. ബാംഗ്ലൂരിന് സമീപം ജക്കൂർ എയർ സ്ട്രിപ്പിൽ വെച്ചാണ് സൗന്ദര്യ സഞ്ചരിച്ച വിമാനം അപകടത്തിൽപ്പെട്ടത്. BJPക്ക് വേണ്ടി തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോകുന്ന വഴിയിലായിരുന്നു ഈ അപകടം സംഭവിച്ചത്. രാഷ്ട്രീയ പ്രവേശനമടക്കം താരം നടത്തി വലിയൊരു ചുവടുവയ്പ് നടത്താനിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയായിരുന്നു ഈ സംഭവം. സൗന്ദര്യയ്ക്കൊപ്പം സഹോദരൻ അമർനാഥ് ഷെട്ടിയും പൈലറ്റ് ജോയ് ഫിലിപ്സും BJP നേതാവ് രമേഷ് കാദമുമായിരുന്നു ഉണ്ടായിരുന്നത്. പറന്നുയർന്ന് ഏതാനും നിമിഷങ്ങൾക്കുള്ളിലായിരുന്നു വിമാനം പൊട്ടിത്തെറിച്ചത്. സൗന്ദര്യയ്ക്കൊപ്പം സഹോദരനും പൈലറ്റും BJP നേതാവും, അതുകൂടാതെ സൗന്ദര്യയുടെ വയറ്റിൽ ഒരു കുഞ്ഞുകൂടി ഉണ്ടായിരുന്നുവെന്ന വിവരമാണ് ലഭിക്കുന്നത്. കത്തിക്കരിഞ്ഞ നിലയിലുള്ള മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നുവെന്നാണ് അന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. യൗവന കാലഘട്ടത്തിൽ നിൽക്കുന്ന സമയത്തിലാണ്, കരിയറിൻ്റെ ഏറ്റവും ഉയരത്തിൽ കൊടുമുടിയിലേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തിലാണ് ഇങ്ങനെയൊരു അപകടം സംഭവിച്ചത്. കന്നഡയിലും തെലുങ്കിലും തമിഴിലും മലയാളത്തിലുമൊക്കെ ഒരേ സമയം നിറഞ്ഞു നിൽക്കുന്ന താരമായിരുന്നു, അഭിനയിച്ച് വിസ്മയിപ്പിക്കുന്ന താരമായിരുന്നു സൗന്ദര്യ. ബോളിവുഡിലടക്കം സൗന്ദര്യ തൻ്റെ ചുവടുവയ്പ് അറിയിച്ചിരുന്നു. 3 തവണ നന്ദി പുരസ്കാരങ്ങളും 2 തവണ കർണാടക സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും സൗന്ദര്യ നേടിയിട്ടുണ്ടായിരുന്നു. അമിതാഭ് ബച്ചൻ്റെ നായികയായി പോലും സൗന്ദര്യ അഭിനയിച്ചിരുന്നു. 99 സൂര്യവംശം എന്ന ചിത്രത്തിലായിരുന്നു സൗന്ദര്യ ബോളിവുഡിൽ അരങ്ങേറ്റം കുറിച്ചത്. വലിയ വിജയമായ ചിത്രമായിരുന്നു. ഒപ്പം മലയാളത്തിൽ മോഹൻലാലിൻ്റെ നായികയായി കിളിച്ചുണ്ടൻ മാമ്പഴവും, ഒപ്പം ജയറാമിൻ്റെ നായികയായി യാത്രക്കാരുടെ ശ്രദ്ധയ്ക്കെന്ന ചിത്രവും അന്നും ഇന്നും ഏറെ കയ്യടി നേടിയതും ഒട്ടനവധി ആരാധകരെ നേടിയെടുക്കാൻ സാധിച്ചതുമായിട്ടുള്ള ചിത്രങ്ങളാണ്. ഇപ്പോഴും ആ ചിത്രങ്ങളിലൂടെ സൗന്ദര്യ ജീവിച്ചിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.